പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ദൈവത്തിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം കരുണ ചെയ്തല്ലോ. അതിനാട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൻ്റെ 14-ാം അധ്യായത്തിൽ 15-16 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി അടുത്ത വാക്യം കൂടെ മതി. ഇവിടെ 16-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. അപ്പം നമുക്കറിയാം, ദൈവനെ നമ്മൾ വായിക്കുമ്പം പ്രധാനമായിട്ടും 2 വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വേറൊരു വാക്യം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 6:12 ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായെന്ന് കണ്ടു, സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. അപ്പം ദൈവം മനുഷ്യൻ നടക്കാനായിട്ട് വെച്ചൊരു വഴിയുണ്ട്, നമ്മൾ നടക്കുന്ന സ്വന്തം വഴിയുണ്ട്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞൊരു കാര്യം, ഇത്രയും കാലം ദൈവം മനുഷ്യരെല്ലാം സ്വന്തം വഴിയിൽ നടപ്പാൻ സമ്മതിച്ചു. ഇപ്പോൾ എല്ലായിടത്തും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിങ്കിലേക്ക് തിരിയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ 143-ാമത്തെ സങ്കീർത്തനം 143-ാം സങ്കീർത്തനത്തിലെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 143:8 രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. വേറൊരു വഴിയെക്കുറിച്ച് 146-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 146:9 എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ച് കളയുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ 143-ൽ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഒരിക്കലും നമ്മൾ നടന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നിരന്തരം ചിന്തിക്കുന്നൊരു വാക്യമാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ, മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. അപ്പം നമ്മുടെ വഴി എന്ന് പറയുന്നത് ജഡമോഹത്തിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നതോ ദൈവേഷ്ടത്തിൻ്റെ വഴിയാണ്. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, കൊലോസ്യർ 4:12 മതി. ഇവിടെ പറഞ്ഞിരിക്കും, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം അല്ലെ ദൈവത്തിൻ്റെ വഴി സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കാനായിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ നടന്ന് ശീലിച്ചൊരു വഴിയുണ്ട്. ആ വഴി വിട്ട് നടക്കാൻ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പണ്ടെൻ്റെ ചെറുപ്പത്തിൽ കുടുംബത്തിൽ താമസിക്കുന്ന സമയത്ത് ഈ കുടുംബ വീടിരിക്കുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ റബ്ബർ മുറിച്ച് റീപ്ലാന്റ് ചെയ്തു. റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടായിരുന്നു കന്നുകാലികളെ തീറ്റാൻ കൊണ്ടുപോകുന്ന വഴി. അപ്പം നമുക്കറിയാം, പുതിയ തൈ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ
അവർ ഈ തൈ നശിപ്പിക്കുന്നതിന് ഒരു വഴി മാറ്റിയിട്ടു. ഒരു പുറത്തൊരു സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടാക്കി അതിലായിരുന്നു ഇവരെ കൊണ്ടുവന്ന്. 2-3 പശുക്കൾ തങ്ങളുടെ കിടാക്കളും ഒക്കെ ഉണ്ട്. ഒരു ദിവസം അവരെ തിരിച്ച് വൈകുന്നേരം അഴിച്ചുകൊണ്ട് വരാൻ ഇച്ചിരി താമസിച്ചു. അപ്പം ഞാൻ ഓടിച്ചെന്ന് എല്ലാവരെയും അഴിച്ചു വിട്ടിട്ട് ഓടിച്ചു കൊണ്ടുവരിക. ഒരു ഓടി വന്നപ്പം ആ മുതിർന്ന 3 പശുക്കളും പഴയ വഴി തന്നെ ഓടി. അപ്പം ഇവരുടെ പുറകെ കിടാക്കൾ കുറച്ചങ്ങോട്ട് ഓടിയിട്ട് അവർ നിന്നിട്ട് തിരിച്ചു വന്ന് പുതിയ വഴിക്ക് ഓടി വീട്ടിലെത്തി. പലപ്പോഴും സമ്മർദ്ദങ്ങൾ വരുമ്പം നമ്മൾ ഏത് വഴിക്കാണ് നടക്കാറുള്ളത്? മുമ്പേ നടന്ന ജഡമോഹങ്ങളിലാണ് നമ്മൾ നടക്കാറുള്ളത്. കോപത്തിൻ്റെ, വെറുപ്പിൻ്റെ, കയ്പിൻ്റെ, പകയുടെ സ്വന്തം വഴികളിലാണ് നമ്മൾ നടക്കാറുള്ളത്. അല്ലേ? കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പം, വലിയ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാത്തപ്പം നമ്മൾ സന്തോഷവാന്മാരാണ്, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, സ്തോത്രം ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷെ സമ്മർദ്ദങ്ങളും കഷ്ടങ്ങളും എതിർപ്പുകളൊക്കെ വരുമ്പം നമ്മൾ പെട്ടെന്ന് ആ വഴി അങ്ങ് മറന്നുപോകും. കിടാക്കളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവർ 5-6 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു പഴയ വഴിയിൽ. പക്ഷെ അവർ നിന്നിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി ഓടി വന്നു. ഇപ്പം നമ്മുടെ ഉള്ളിൽ 2 മനുഷ്യന്മാരുണ്ട്, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. നമ്മളിങ്ങനെ വാങ്ങി ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പം ദൈവം പലപ്പോഴും ശോധനകൾ അനുവദിക്കുന്നതിൻ്റെ പിമ്പിലുള്ള ഉദ്ദേശം നമ്മൾ ഏത് വഴിയിൽ പോകുമെന്ന് അറിയാനായിട്ടാണ്, നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയാനായിട്ടാണ്. ദൈവത്തിനതറിയാം നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന്. പക്ഷെ ദൈവം അത് നമ്മളെ കാണിക്കാനായിട്ടാണ് ഈ ശോധനകളുടെ വഴിയിൽ നമ്മളെ കടത്തിവിടുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആന്തരികമായിട്ട് നമ്മുടെ ദൈവത്താൽ പിടിക്കപ്പെട്ടവരാണോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നത്. അല്ലേ? നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായി പോകുമ്പം നമ്മളെല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്, നമുക്ക് പരാതികളൊന്നുമില്ല, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, പാട്ട് പാടുന്നവരൊക്കെയാണ്. പക്ഷെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ള എന്താണെന്ന് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആന്തരികമായിട്ട് ഇപ്പം നമ്മൾ കൊലോസ്യൻസ് വായിച്ചതുപോലെ നമുക്ക് ദൈവത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. എന്താ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താ? എന്തിനാ നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നത്? റോമർ 8:28-29 തൻ്റെ പുത്രനെ പോലെ ആയിത്തീരാനായിട്ടാ, യേശുവിനെ പോലെ ആയിത്തീരാനായിട്ടാ. യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? യേശുവിൻ്റെ നടപ്പ് നമുക്കറിയാം. യേശു എന്നും എങ്ങനെയാ നടന്നത്? പിതാവിൻ്റെ ശബ്ദം കേട്ട്. നമ്മളിന്ന് സങ്കീർത്തനത്തിൻ്റെ വാക്യം കേട്ടിരുന്നു, അവൻ്റെ കൽപ്പന കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായി വീരന്മാരായ ഏവരുമായുള്ളവരെ. ഇപ്പം നമുക്കെപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പഴയ വഴിയിൽ നടക്കാനായിട്ടുള്ള പരീക്ഷയാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ചിന്താഗതി പോലും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെ മനസ്സങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന 3 അനുഗ്രഹങ്ങളുണ്ട്: പുതിയ മനസ്സ്, പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. ഈ പുതിയ മനസ്സെങ്ങനെ നമുക്ക് കിട്ടുന്നത്? അത് ഒന്നങ്ങ് മാറ്റി വേർന്ന് കൊണ്ട് തരുന്നതെന്നല്ല. പിന്നെ എങ്ങനെയാ ദൈവം നമ്മളെ പുതിയ മനസ്സുള്ളവരാക്കി തീർക്കുന്നത്? നമ്മളെ പുതുക്കുന്നതിലൂടെയാണ്. എബ്രായലേഖനം 12:2 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളെപ്പോലെ നമ്മുടെ മൂല്യങ്ങളായിരിക്കരുത്. ഈ ലോകത്തിൻ്റെ മൂല്യം, അത് മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഗതി എന്താ? ഈ ലോകം ചിന്തിക്കുന്നത് എല്ലാവരും പ്രശംസിക്കുമ്പോഴാണ് കൊള്ളാം. പക്ഷേ പുതിയ മനുഷ്യൻ്റെ അല്ലെ പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത എന്താ? അതെല്ലാവരും പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒന്നല്ല. പിന്നെ എപ്പോഴാണ് അത് സന്തോഷിക്കുന്നത്? എല്ലാവരും നിങ്ങളെ നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്കം നീണ്ടുമ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടി. നമ്മുടെ മനസ്സ് ആ ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും? നമ്മുടെ കുടുംബത്തിലല്ല ഈ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, ഇല്ലേ? ഭാര്യമാരോടുള്ള ബന്ധത്തിൽ പ്രശംസിക്കുകയും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വളരെ സന്തോഷവതികളാണ്. പക്ഷേ ഒരു തിരുത്തലിൻ്റെയോ
കുറ്റപ്പെടുത്തലിൻ്റെയോ ഒക്കെ പാതയിലൂടെ പോകുമ്പോൾ എങ്ങനെ സന്തോഷമൊക്കെ പോവും, മുഖമൊക്കെ മ്ലാനമാകും, ഹൃദയത്തിൽ കയ്പും വെറുപ്പും ഒക്കെ വരും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താ? നമുക്ക് ഈ പുതുക്കം വന്നിട്ടില്ല, നമ്മുടെ മനസ്സ് പുതുക്കിയിട്ടില്ല. ഇപ്പം കർത്താവ് എങ്ങനെയായിരുന്നു നമുക്ക് മാതൃക കാണിച്ച്? കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് കർത്താവ് എന്താ നീണ്ട 33 വർഷക്കാലം നേരിട്ട് എന്തൊക്കെയായിരുന്നു? നിന്ന, അപമാനം, പഴി, ദുഷി, അവസാനം എല്ലാവരാലും നമ്മൾ സങ്കീർത്തനം വായിക്കുന്നുണ്ട്, എൻ്റെ അപ്പം തിന്ന് എൻ്റെ പ്രാണസ്നേഹിതം പോലും എനിക്കെതിരായിട്ട് കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എല്ലാവരും കർത്താവിനെ വിട്ടു. തൻ്റെ വിചാരണയുടെ അന്ത്യസമയത്ത് താൻ ഏകനായിരുന്നു. അപ്പോസ്തലന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി നമ്മൾ വായിക്കുന്നത്. ആരുമില്ല. അല്ലെ, സാധാരണ നമ്മൾ പ്രതിസന്ധികളിൽ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചിലപ്പോൾ സഹോദരിമാരൊക്കെ പറയും, നിങ്ങളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചു, നിങ്ങളും എനിക്കെതിരായിട്ട് നിന്ന്. അല്ലെ, തിരിച്ചും ഇല്ലേ? ശരിക്കും എന്തിനാ നമ്മളെ അങ്ങനെ ഒരു വട്ടത്തിലൂടെ ദൈവം കടത്തിവിടുന്നത്? എന്തിനാ കടത്തിവിടുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ്. എപ്പോഴും നമുക്ക് സന്തോഷം അനുകൂല സാഹചര്യങ്ങളിലാണ്. നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകത്തില്ല, കന്നുകാലികൾ തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ സന്തോഷിക്കും. ചിന്തിച്ചേക്കും, എല്ലാം പ്രതികൂലമായിരിക്കുന്നിടത്ത് എൻ്റെ സന്തോഷമായിരുന്നില്ല, യഹോവയിലാണ്. നമ്മുടെ അങ്ങനെ ആണോ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണോ നമ്മുടെ സന്തോഷം? കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യഹോഭക്തിയിലായിരിക്കും അവൻ്റെ പ്രമോദം. ദൈവഭയത്തിലായിരുന്നു യേശുവിൻ്റെ പ്രമോദം. എല്ലാവരും എതിരെ നിൽക്കുമ്പോഴും അത് ദൈവേഷ്ടമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെത്താൻ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പ്രായോഗിക ജീവിതം ചിന്തിച്ച് നോക്കാം. ദൈവം നമ്മളെ വിവിധ കഷ്ടതകളുടെ കടത്തി വിടുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ഈ പുതിയ മനുഷ്യനെ കൂടുതൽ ബലപ്പെടുത്തി കർത്താവിൻ്റെ അതേ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അങ്ങനാണോ? നമ്മളങ്ങനാണോ? നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാറുണ്ട്? നമ്മുടെ ഉള്ളിൽ, പുറമേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. പുറമേ നമ്മൾ അവരെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുമ്പോഴും അതിനുശേഷം അവർക്കൊരു തിന്മ സംഭവിച്ചെന്ന് കേൾക്കുക എന്ന് വിചാരിക്കുക. നമുക്കൊരു ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു സങ്കടമാണോ സന്തോഷമാണോ വരുന്നത്? സന്തോഷം. എന്തായി കാണിക്കുന്നത്? ഇതുവരെയും നമുക്ക് പുതുക്കം വന്നിട്ടില്ല. ഇപ്പം എന്താ ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി? എന്തിനു വേണ്ടിയുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നേ? തൻ്റെ അതേ സ്വഭാവമുള്ള ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കാനായിട്ടാണ്. തനിക്ക് ആത്മീയാർത്ഥത്തിൽ പറയുമ്പം അനുരൂപയായ ഒരു കാന്തയെ വാർത്തെടുക്കാനായിട്ടാണ് വന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് അതിന് നേരെ വിരുദ്ധമായ സ്വഭാവമുള്ള മനുഷ്യവർഗത്തിൽ നിന്നാണ് ഒരു കൂട്ടത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് ദൈവം എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? അവരുടെ ഉള്ളിൽ തൻ്റെ അതേ സ്വഭാവം കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പാപത്തോടുള്ള കർത്താവിൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നു? അവൻ പാപത്തെ വെറുത്തു. എബ്രാഹിം നമ്മൾ വായിക്കുന്നത് ദുഷ്ടതയെ ദ്വേഷിച്ചു. നമ്മുടെ ഉള്ളിൽ പാപത്തോടുള്ള മനോഭാവം എന്താ? നമുക്ക് പാപത്തോട് വെറുപ്പുണ്ടോ? കോപത്തോട് നമുക്ക് വെറുപ്പുണ്ടോ? അതോ ചില സമയത്ത് കോപം നല്ലതാണെന്ന് നമുക്ക് തോന്നാറുണ്ടോ? പണ്ട് അവിടെ നെല്ലിപ്പല്ലൊരു കൺവെൻഷന് വേണ്ടി ഒരു പ്രായമുള്ളൊരു പാസ്റ്റർ വന്നു. അങ്ങനെ പുള്ളി വളരെ ശക്തമായിട്ട് ദൈവവചനമൊക്കെ പ്രസംഗിച്ചു. ഈ മറ്റുള്ളവരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ എതിരായിട്ട് ഒക്കെ പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള മറ്റ് സഭയിലുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായി, അരിശം വന്നു. അപ്പോൾ അവരൊക്കെ കൂടെ ഈ പുള്ളിയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വെല്ലുവിളി ഒച്ചപ്പാടൊക്കെയായി ഈ പുള്ളിയെ ഇന്ന് വീട്ടിൽ വിടുക എന്നുള്ള ഒച്ചയായി. പുള്ളി പേടിച്ചു പോയി. അപ്പം നമ്മുടെ പെന്തക്കോസ്തുകാരനായ ഒരു കുടിയനുണ്ട്, നല്ല മദ്യപാനിയാണ്. അപ്പം പുള്ളി ഒരു കത്തിയൊക്കെ എടുത്ത് വെല്ലുവിളിച്ചു, ധൈര്യമുള്ള ഞങ്ങളുടെ പാസ്റ്ററെ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്ററെ വേറൊരു വഴിയായിട്ട് വീട്ടിലെത്തിച്ചു. അപ്പം വീട്ടിൽ വന്ന് പുള്ളി ആശ്വസിച്ചിട്ട് പറയാ, ഇങ്ങനെയുള്ള ഒരു സഭയെ വേണം. നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ ഇപ്പോഴും ഇരിക്കുന്നു അല്ലേ? പക്ഷെ കർത്താവിനെ നമ്മൾ ശോധന ചെയ്യുമ്പോഴോ, ആദ്യം കർത്താവ് തൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് ഇതുവനും പറഞ്ഞ ഉടനെ അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും അവനെ പുകഴ്ത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? വചനം ഡീപ്പായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് അരിശം വന്നു. കർത്താവിനെ കൊല്ലാനായിട്ട് അവരുടെ പട്ടണം പടുന്ന മലയുടെ അഗ്രത്ത് കൊണ്ടിരുന്നു. കർത്താവ് നമ്മളിങ്ങനെ വായിക്കുന്ന അവരുടെ ഇടയിലൂടെ കടന്നുപോയി.
അതുപോലെ കർത്താവിൻ്റെ പ്രതിസന്ധികളെല്ലാം നമുക്ക് ശോധന ചെയ്യാം. അവിടെ ഒന്നും കർത്താവ് അങ്ങനല്ല പ്രതികരിച്ചത്. പക്ഷെ നമ്മുടെ മനസ്സിപ്പോഴും അങ്ങനെ ആയിരിക്കുന്നത് ഇല്ല. നമ്മുടെ മനസ്സിന് പുതുക്കം വന്നിട്ടുണ്ട്. കർത്താവിനെ എല്ലാ സമയത്തും ആരാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, കർത്താവ് ശിശുവായിരുന്നപ്പോൾ ഹേരോദ് അവനെ കൊല്ലാനായിട്ട് അന്വേഷിച്ച് മാതാപിതാക്കളും ദൈവാത്മാവ് അവരെ മിസ്രൈമിലേക്ക് പറഞ്ഞു വിട്ട് ദൈവം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പല സാഹചര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എല്ലാം ദൈവം തന്നെ അവനെ നടത്തി. ദൈവം ഒരു ഇല്ലേ, നമ്മളിങ്ങനെ വായിക്കുന്ന പരീക്ഷയോട് കൂടി ഒരു പോക്കുവഴി, അതിന് പുറത്ത് കിടക്കാനുള്ളൊരു വഴി ദൈവം തന്നെ ഒരുക്കി. അപ്പം ദൈവം നമ്മളെ തൻ്റെ കാന്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിന് പുതുക്കം തരികയായിരുന്നു. മനസ്സിന് പുതുക്കം തരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ആദാം ചിന്തിക്കുന്ന പോലെ അല്ലേ? ശത്രുവിനെ കാണുമ്പോൾ ആദാമ്യ പ്രകൃതി എന്താ? ശത്രുവിനെ പഴിക്കാം അല്ലേ? നമുക്ക് ആ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ശത്രുവിനെ കാണുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്ത എന്താ? ശത്രുവിനെ സ്നേഹിക്കാനാണോ ശത്രുവിനെ പഴിക്കാനാണോ? നമ്മുടെ കുടുംബജീവിതത്തിന് എടുത്ത് നോക്കി, ഭാര്യ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പോകുമ്പം ഭാര്യയെ സ്നേഹിക്കാനാണോ ഭാര്യയെ പഴിക്കാനാണോ നമുക്ക് തോന്നുന്നത്? നമുക്ക് പഴിക്കാനാ തോന്നുന്നത് അല്ലേ? പകയാ നമുക്ക് വരുന്നത്. നമ്മുടെ സന്തോഷമൊക്കെ പോവും, മുഖഭാവമൊക്കെ മാറും അല്ലേ? ചിലരൊക്കെ പറയും കൈ കിടുന്നെടുത്ത് ഞാൻ തലക്കിട്ട് അടിക്കുമെന്നൊക്കെ പറയും അല്ലേ? അത് ശരിക്കും ആദാമ്യമാകും. നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിലും നമുക്കൊരു മാറ്റവും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ മനസ്സിന് പുതുക്കം തരിക എന്ന് പറഞ്ഞാൽ, മനസ്സിന് പുതുക്കം തരിക എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞാൽ കർത്താവ് കാണുന്ന പോലെ കാര്യങ്ങളെ കാണുക, കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക, കർത്താവ് പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കത്തക്ക ഒരു ആന്തരിക രൂപാന്തരത്തിലേക്ക് നമ്മളെ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ടോ? ഇപ്പം നമ്മൾ പറയും പുറമേ ഉള്ളൊരു ശത്രുവൊക്കെയാണ് സ്നേഹിച്ചാന്, പക്ഷെ വീട്ടിലെ ഭാര്യയാകുന്ന ശത്രുവിനെ, ഒരു ഭർത്താവുന്ന ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവജനത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ ദൈവജനത്തോട് നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാണ്. കോരിന്ത്യർ ലേഖനത്തിലെ പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 അധ്യായം, 1 കോരിന്ത്യർ 1 അധ്യായം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളത്തില്ല, അതവന് പോഷത്വമാണ്. ഇപ്പം ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവൻ എന്താ? അത് പോഷത്വമാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവനത് പോഷത്വം. എന്താ അതിൻ്റെ കാരണം? ഒരു ആദാമ്യ തലത്തിലാണ് അവൻ നിൽക്കുന്നത്. അവനത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അസാധ്യമായൊരു കാര്യമാണ്. അപ്പം വീണ്ടും ജനിച്ച ഒരു പുതുക്കപ്പെട്ട മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് ദൈവവചനം എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവൻ്റെ ഉള്ളിൽ എന്താ ഒരു പ്രത്യേകതയുള്ളത്? യഥാർത്ഥ വീണ്ടും ജനം പ്രാപിച്ച ഒരാളുടെ ഉള്ളിൽ റോമർ 5 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പകർന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? എന്താ സ്നേഹത്തിൻ്റെ പ്രത്യേകത? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ദോഷം കണക്കിടുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എതിർവശത്ത് ദോഷങ്ങൾ വരുന്നുണ്ട്, പക്ഷേ സ്നേഹം എന്ത് ചെയ്യല? അതിനെ കണക്കെടുത്തില്ല. കണക്കെടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ? അതിനെ അവഗണിക്കും, ദോഷത്തെ അവഗണിക്കും, എല്ലാം ക്ഷമിക്കും, എല്ലാം പൊറുക്കും, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. തൻ്റെ അപ്പോസ്തലന്മാരെ കർത്താവ് സ്നേഹിച്ചിരുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടുള്ള സമയത്ത് കുരിശുമരണത്തോടുള്ള ബന്ധത്തിൽ താൻ മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് കർത്താവിനെ ശാസിച്ചു അല്ലെ? കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞു? നിനക്കങ്ങനെയൊന്നും ഭവിക്കരുത്. കർത്താവ് എന്താ ചെയ്തത്? തിരിഞ്ഞവനെ ശാസിച്ചു. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തന്നെ പിതാവ് നിയോഗിച്ച് അയച്ചത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും പത്രോസ് അറിയാതെയാണെങ്കിലും ചെയ്യുന്നത് എന്താ? ആ ദൈവിക നിയോഗത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ. അവിടെ പ്രതികരണം എന്തായിരുന്നു? വളരെ ശക്തമായിരുന്നു. സാത്താൻ എന്നെ വിട്ട് പോ. യഥാർത്ഥ ദൈവസ്നേഹം നമ്മുടെ ആന്തരിക തലത്തിൽ, ആന്തരിക മനസ്സിൽ, മനുഷ്യനിൽ ദൈവാനുരൂപമായൊരു വളർച്ചയാണ് ഉണ്ടാക്കുന്നത്. ദൈവം നോക്കി കാണുന്ന പോലെ കാര്യങ്ങളെ കാണുന്നു. ദൈവം നമ്മളെ ശത്രുക്കളായിട്ടാണോ മിത്രങ്ങളായിട്ടാണ് കാണുന്നത്? എങ്ങനെയാ കാണുന്നത്? ദൈവം സകല മനുഷ്യരെ ആരായിട്ടാണ് കാണുന്നത്? ദൈവത്തിൻ്റെ ശത്രു ഉള്ളാരാ? അത് സാത്താൻ. നമ്മളെ ദൈവം ശത്രുവായിട്ടല്ല കാണുന്നത്, മിത്രമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ് അവൻ നല്ലവരുടെ മേലും
നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്നെ മഴയെ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്തു. മനുഷ്യൻ പിതാവെന്നുള്ള നിലയിൽ സകല മനുഷ്യർക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. തൻ്റെ ഇഷ്ടം വിട്ട് നടക്കുന്നവരെ, തൻ്റെ ഇഷ്ടത്തോട് മത്സരിക്കുന്നവരെ കാണുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ താൻ അവരെ ശത്രുക്കളായിട്ടല്ല കാണുന്നത്. തീമോഥെയോസ് നമ്മൾ വായിക്കും, ദൈവം സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പം ദൈവം നമ്മുടെ ആന്തരിക തലത്തിൽ നമ്മളെ ഈ മനസ്സിൻ്റെ പുതുക്കം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ആ മനസ്സിന് പുതുക്കം വരുന്ന അനുസരിച്ച് നമുക്ക് കർത്താവിൻ്റെ സ്വരൂപം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഈ പുതുക്കം വരുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സിന് ചിന്താഗതിക്ക് പുതുക്കം വരുന്നില്ലെങ്കിൽ, മനസ്സിന് പുതുക്കം വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ചിന്തയ്ക്ക് മാറ്റം വരുന്നൊരു കാര്യമാണ്. ഇപ്പം ദൈവിക ചിന്തയുള്ളവരായി തീരുമ്പോഴാണ് നമുക്ക് പാപത്തോട് വെറുപ്പ് തോന്നാൻ തുടങ്ങുന്നത്. ഇല്ലെങ്കിലോ? ആദാമ്യ ചിന്തയ്ക്ക് ഒരിക്കലും പാപത്തോട് വെറുപ്പില്ല. ആദാമ്യ മനുഷ്യൻ എന്തിനാ ഇച്ഛിക്കുന്നത്? പാപത്തെയാണ് അവൻ്റെ ഇഷ്ടം. അവൻ ഇഷ്ടപ്പെടുന്നത് പാപത്തെയാണ്. പക്ഷേ നമ്മുടെ മനസ്സിന് പുതുക്കം വന്ന് കർത്താവിൻ്റെ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ നമ്മൾ പാപത്തെ കർത്താവ് കാണുന്ന പോലെ കാണാൻ തുടങ്ങും. നമുക്കറിയാം, ക്രൂശിൽ സകല ലോകത്തിൻ്റെയും പാപം യേശുവിൻ്റെ മേലെ ചുമത്തിക്കഴിഞ്ഞപ്പം പിതാവ് എന്താ ചെയ്തേ? മുഖം തിരിച്ചു. അന്നേരം യേശു നിലവിളിച്ച്, ദൈവമേ ദൈവമേ നീ എന്നെ ഇല്ല. യേശു ക്രിസ്തു അല്ലാത്തപ്പോൾ എപ്പോഴും പിതാവേ പിതാവേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പാപം ദൈവത്തിന് കാണാൻ കഴിയാത്തത് കൊണ്ട്, വെറുപ്പായതുകൊണ്ട്, സകല ലോകത്തിൻ്റെയും പാപം കർത്താവിൻ്റെ മേലെ ചുമത്തപ്പെട്ടപ്പം പിതാവ് എന്ത് ചെയ്തു? മുഖം മറച്ചു കളഞ്ഞു. നമ്മൾ വായിക്കുന്ന സൂര്യൻ ഇരുണ്ടുപോയി. ദൈവത്തിൻ്റെ മനോഭാവം പാപത്തോടുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ഒന്നാണ്. പാപം കാണാൻ കഴിയാതെ വണ്ണം കണ്ണുള്ളവനാവൻ. അപ്പം നമ്മുടെ മനസ്സിന് പുതുക്കം വരുമ്പോൾ നമുക്ക് പാപത്തോട് അങ്ങനത്തെ ഒരു മനോഭാവം വരാൻ തുടങ്ങും. പാപത്തോടെന്ന് പറയുമ്പം കയ്പിനോടും വെറുപ്പിനോടും ദുർമോഹങ്ങളോടും ധനമോഹത്തോടും ഒക്കെ നമുക്ക് അങ്ങനെ വെറുപ്പ് വരാൻ തുടങ്ങും. ഇന്നും പലപ്പോഴും നമുക്ക് ശോധനയായി കാണാൻ, നമുക്ക് പാപത്തോടൊരു വെറുപ്പുണ്ടോ? പിണങ്ങിയിരിക്കുന്നതിനോട് നമുക്കൊരു വെറുപ്പുണ്ടോ? പിണങ്ങിയിരിക്കുന്നത് എന്താ? പാപമാണ്. കോരിന്ത്യർ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കും ഇരിക്കാൻ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമാണ്. നമ്മൾ പിണങ്ങിയിരിക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ മനസ്സിന് പുതുക്കം വന്നിട്ടുണ്ട്. ഞാൻ പിണങ്ങിയിരിക്കാൻ പാടില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ പിണങ്ങിയിരിക്കാൻ പാടില്ല. അങ്ങനെ ചിന്ത നമുക്കുണ്ടോ? പിണക്കത്തോട് നമുക്കൊരു വെറുപ്പുണ്ടോ? പിണക്കും എന്താ? പാപമാണ്. അപ്പം ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ചിന്തയ്ക്ക് ഒരു പുതുക്കം വരുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ക്രിസ്തുവിൻ്റെ അതേ മനസ്സുള്ളവരായിത്തീരും. ക്രിസ്തു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നു, ക്രിസ്തു കാണുന്ന പോലെ കാര്യങ്ങളെ നോക്കിക്കാണുന്നു. ഒരാൾ നമ്മളെ ശപിക്കുന്നു. ക്രിസ്തു അപ്പോസ്തലന്മാരെല്ലാം കാണിച്ച മാതൃക എന്തായിരുന്നു? ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അത് അനുഗ്രഹിക്കുന്ന പുറമേ അല്ല, ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നത്. ശപിച്ച ആളെ പിന്നെ കാണുമ്പോഴും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മനോഭാവം എന്താ? അവനുള്ള സ്നേഹവും കരുണയും അവൻ്റെ നന്മ ഇച്ഛിക്കുന്ന മനോഭാവമായിരിക്കും. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ മക്കളുടെ മനോഭാവത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ലേ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. 2022 ഒരു മകൻ അപ്പനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ. അപ്പം കരാട്ടയൊക്കെ പഠിപ്പിച്ച പുള്ളി, ഈ അപ്പൻ തിണ്ണെ വന്ന് ഇരിക്കുമ്പോൾ ഈ മകൻ ചെന്നിട്ട് കൈ ചുരുട്ടി മുഖത്തിനും തലയ്ക്കും തന്നെ ഇടിച്ച് മൂക്കിൽ നിന്നൊക്കെ രക്തം വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ ആൾ മരിച്ചു. പക്ഷേ ഈ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞപ്പം പോലീസ് കേസെടുത്ത മകനെ അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ ഒരു മകൻ അപ്പനോട് അങ്ങനെ ചെയ്യാൻ കഴിയും? തീമോഥെയോസ് നമ്മൾ വായിക്കുന്നുണ്ട്, അന്ത്യകാലഘട്ടത്തിൽ ലക്ഷണം പറയുമ്പം മനുഷ്യർ നന്ദി കെട്ടവർ. ഭാര്യഭർത്തൃ ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ നന്ദിയുള്ളവരാണോ? എഫെസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനം നമ്മൾ പറയും നന്ദിയുള്ളവരായിരിക്കും. നന്ദിയുള്ളവരായിരിക്കാന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ്. ദൈവമക്കൾക്ക് അത് കഴിയത്തുള്ളൂ നന്ദിയുള്ളവരായിരിക്കാൻ. നമുക്ക് നന്ദിയില്ലെങ്കിൽ നമ്മൾ ദൈവമക്കളാണെന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അപ്പം കർത്താവിൻ്റെ ഹൃദയം അല്ലേ, നമുക്കറിയാം, ലാസറിൻ്റെ കല്ലറയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ പദപ്രയോഗമുണ്ട്, എല്ലാവരും കരയുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നത്,
കർത്താവ് കണ്ണുനീർ വാർത്തു. തുടർന്ന് അപ്പോസ്തലന്മാർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, കരയുന്നവരോടെ കരയുകയും സന്തോഷിക്കുന്നവരോടെ സന്തോഷിക്കുകയും ചെയ്യുകയും. അല്ലേ? പാപം ഈ ലോകത്തിൽ വരുത്തി വെച്ച വേദനയും ദുഃഖവും നെടുവീർപ്പും ഒക്കെ കണ്ടിട്ടാണ് കർത്താവ് അന്നേരം കരഞ്ഞത്. കർത്താവ് അന്നേരം ചിന്തിച്ചു, ഈ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എനിക്ക് എൻ്റെ സ്വഭാവത്തിന് തുല്യരായി എന്നേക്കും ജീവിക്കുന്നവരായി വാഴുന്നവരായിരിക്കാനാണ് ഞാൻ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ പാപം മനുഷ്യന് വരുത്തി വെച്ച ആ വ്യതയും വേദനയും കണ്ടിട്ട് യേശുവും കരഞ്ഞു നമ്മൾ വായിക്കുന്നത്. ഇന്നും കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെങ്ങനെ ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ ആക്കി വെച്ച്, സ്നേഹിക്കുന്നവര്, ദയ കാണിക്കുന്നവര്, ദോഷം കണക്കിടാത്തവര്, ക്ഷമിക്കുന്നവര്, നന്ദിയുള്ളവരൊക്കെ ആയിരിക്കാൻ ദൈവം ആക്കി വെച്ചതിന് ശേഷം അതൊന്നും നമ്മുടെ ഹൃദയങ്ങളിൽ കാണാതിരിക്കുമ്പം അല്ലേ, കർത്താവിൻ്റെ ഹൃദയത്തിന് ഭയങ്കര ദുഃഖമുള്ളൊരു കാര്യമാണ്. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. മതി. വീണ്ടും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, പാപത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. നാം വീണ്ടും പാപം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വീണ്ടും കർത്താവിനെ കോപിക്കുമ്പം, നന്ദിയില്ലാത്തവരായിരിക്കുമ്പം, പരാതി പറയുമ്പം, പിറുപിറുക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് ശേഷം നമ്മൾ വീണ്ടും എവിടെ ചെല്ലണം? കർത്താവെ, ഞാൻ പാപം ചെയ്തു, വീണ്ടും ഇവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമെന്നും പറഞ്ഞാൽ ചെല്ലുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വീണ്ടും കർത്താവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നാം വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗനാണ്, അവന് ലോകാപവാദം വരുത്തുന്നവര്, ദൈവത്തിന് അപവാദം വരുത്തുന്നവര്. നമ്മുടെ കുടുംബങ്ങളിൽ അത് ആദ്യം സംഭവിക്കുന്നത്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തിൽ. ഇല്ല, നമുക്കറിയാം, മക്കളെ, നിങ്ങളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അതേത് പ്രായം വരെയാ അനുസരണം വേണ്ടി? മക്കൾ മാതാപിതാക്കളെ ഏത് പ്രായം വരെ അനുസരിക്കണം? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, അവസാനം വരെ അനുസരിക്കണ്ട. അവനും ഒരു പുതിയ കുടുംബം സെറ്റ് ചെയ്തതിന് ശേഷം അവൻ ആരെയും അനുസരിക്കണ്ടേ? ദൈവത്തെ അനുസരിക്കണ്ടേ? അതേസമയം ബഹുമാനിക്കുക എന്നുള്ളതോ, അത് മരണം വരെ ചെയ്യേണ്ട കാര്യം. അപ്പനെയും അമ്മനെയും ബഹുമാനിക്കുക എന്നുള്ളത് മരണം വരെ ചെയ്യേണ്ട അനുസരണത്തോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ മാതാവ് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 30 വയസ്സ് വരെവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയെന്ന് പറഞ്ഞാൽ അനുസരിച്ചിരുന്നു. 30 വയസ്സിൽ തൻ്റെ പ്രവർത്തിക്ക് വേണ്ടി ഞാൻ പുറപ്പെട്ടതിന് ശേഷം താൻ ആരെയാ പൂർണ്ണമായിട്ട് അനുസരിച്ച്? പിതാവ്. അവിടെ ഇവർക്ക് യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു ഈ അനുസരണത്തോടുള്ള ബന്ധത്തിൽ. അവരുടെ ഇഷ്ടവും ദൈവേഷ്ടവും ഒന്നാകുന്നിടത്ത് പ്രശ്നമില്ല. പക്ഷേ ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് മാതാപിതാക്കളുടെ ഇഷ്ടം വരുന്നിടത്ത് എന്താ സംഭവിക്കുക? കർത്താവ് എന്നോട് നോ പറയണം, ക്ഷമിക്കണം, എനിക്കത് അനുസരിക്കാൻ പറ്റത്തില്ല. അതും താഴ്മയുടെ വഴിയിലായിരിക്കും കേട്ടോ, അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക രീതിയിലല്ല എന്നോട് പ്രതികരിക്കുന്നത്. അപ്പം നമുക്കിന്ന് പകൽക്കാലം ഒന്നിച്ചായിരിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ ഉള്ളിൽ ഈ നന്ദി ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോന്ന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കാറുണ്ട്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു. പുള്ളി നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ അപ്പൻ കൂലിപ്പണി എടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ഇവനെ നല്ലപോലെ പഠിക്കും. ഇവനെ എഞ്ചിനീയറിങ്ങിന് വിട്ടു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാട്ടോ, എനിക്ക് തോന്നുന്നൊരു 50-55 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അങ്ങനെ ഇവനേണ്ട് 3 മാസമേ കോളേജിൽ പോയുള്ളൂ. ഈ അന്നത്തെ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് ഈ പട്ടണത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ചെന്നപ്പം പുള്ളി അപ്പൻ മാസം മാസം കാശൊക്കെ അയച്ചു കൊടുക്കും. അത്യാവശ്യം സിനിമയും മദ്യപാനമൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നു. അവസാനം പുള്ളി ഈ കോഴ്സെല്ലാം തീർന്നെന്നും പറഞ്ഞാൽ വീട്ടിൽ വന്നതിന് ശേഷം റിസൾട്ടൊന്നും വരാതിരുന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവനാകപ്പാടെ 3 കൊല്ലമേ കോളേജ് 3 മാസമേ പോയിട്ടുള്ളെന്ന്.
അവസാനം അപ്പൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവന് കല്യാണം കഴിപ്പിച്ച് കുറേ മലയിൽ ഇച്ചിരി സ്ഥലമൊക്കെ കൊടുത്ത് അങ്ങോട്ട് വേറെ വിട്ടു. പുള്ളി ഉഴപ്പനായിട്ട് ശീലിച്ചുകൊണ്ട് പുള്ളി പണിയൊന്നും എടുക്കത്തില്ല. പുള്ളിക്ക് 2 മക്കൾ ജനിച്ചു. ഈ മക്കള് ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, പട്ടിണിയൊക്കെ അനുഭവിച്ച്. ഇവരെ പണിയെടുക്കാൻ പ്രായമായപ്പോൾ തന്നെ പണിയെടുക്കാൻ പോയി. അല്ല, മൂത്ത മകൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് അപ്പനെക്കുറിച്ച് യാതൊരു പരാതിയില്ല. അന്നേരം പുള്ളി പണിയൊന്നും എടുക്കില്ലെങ്കിൽ ഈ മക്കൾ പണിയെടുത്ത് വളരെ നന്നായിട്ട് ഈ അപ്പനെ പോറ്റുമായിരുന്നു. അപ്പനെക്കുറിച്ച് ഒരു പരാതിയില്ല. എന്ന് വെച്ചാൽ നമ്മളാണല്ലോ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ അപ്പനെ ശപിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യും. ഒരു വിശ്വാസിയൊന്നുമല്ല, ഒരു അവിശ്വാസിയായ പിള്ളേരെ, അതും ചെറുപ്പക്കാരനാണെന്ന് വിചാരിക്കുന്നത്. എനിക്കൊരു അത്ഭുതമായിരുന്നത് ആ ഒരു വാക്കുകൾ. പലപ്പോഴും നമ്മൾ ഇന്നും തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെ കുറിച്ച് തന്നെ പല കാര്യങ്ങളിൽ പരാതിയുള്ളവരാണ്, അല്ലേ? പരാതിയുള്ളവരല്ലേ? ഒന്ന് ചിന്തിക്കുക, മനുഷ്യൻ എവിടെ എത്തിയെന്ന് ചിന്തിച്ചിരിക്കും. സഹോദരന്മാരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. പിതാക്കന്മാരും മാതാക്കൾ എന്നുള്ള നിലയിൽ അവർക്ക് ഒത്തിരി കുറവശങ്ങളും വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഭൂമിയിലേക്ക് വരാൻ ഒരു വഴിയൊരുക്കി വരാൻ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് അവരെക്കുറിച്ച് എന്ത് വേണം? നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, പരാതിയില്ലാത്തവരായിരിക്കണം. ഇന്ന് പക്ഷേ കാണാൻ കഴിയുന്നൊരു കാര്യം, നമ്മൾ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരുടെ വീടുകളിലാണ് മാതാപിതാക്കളോടുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരിയേറെ നന്ദിയില്ലാത്ത തലങ്ങൾ കാണാൻ കഴിയുന്നു. പരാതിയും വെറുവെറുപ്പും കയ്പും വെറുപ്പും. ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വൈകാരികമായിട്ട് തോന്നുന്ന ഒരു വികാരത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദീർഘമായി ക്ഷമിക്കാൻ, കരുണ കാണിക്കാൻ അവർക്ക് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മുടെ നാടൻ ഭാഷ പറയാറില്ലേ, 6 60 ഒരുപോലാണെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാർദ്ധക്ക് നമ്മൾ സദൃശവാക്യം വായിക്കുന്നു, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. എന്താ വൃദ്ധയായിരിക്കുമ്പോൾ നിന്ദിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാർദ്ധക്യത്തിലേക്ക് ചെല്ലുമ്പം അവർക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഓർമ്മക്കുറവും അല്ലേ, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നത്? നമ്മളോട് അവരെങ്ങനെയായിരുന്നു ഇടപെട്ടെ? നമ്മൾ ശിശുക്കളായിരുന്നപ്പം നമുക്ക് വേണ്ടി ഉറക്കിളക്കുകയും നമ്മൾ തിരിച്ച് നന്ദി കാണിക്കുമ്പം നമ്മളും അങ്ങനെ തന്നെയായിരിക്കില്ലേ? അവർക്ക് വേണ്ടി ഉറക്കിളക്കുക, അവരുടെ ബലഹീനതകളെയും പോഷത്വങ്ങളെയും ക്ഷമിക്കുക, കരുണ കാണിക്കുക, ദോഷം കണക്കിടാതിരിക്കുക. നമുക്ക് അങ്ങനത്തെ ഒരു ഹൃദയം കിട്ടിയിട്ടുണ്ടോ? ഒരു പുതുക്കം നമുക്ക് വന്നിട്ടുണ്ടോ? അതോ നമ്മൾ ഇന്നും കടിച്ചു കീറുന്ന ഹിംസ്ര ജന്തുക്കളെ പോലെയാണോ? ഒരു കുറവ് കാണാൻ നോക്കിയിരിക്കുന്ന പോലെ? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ മാതാപിതാക്കളോടുള്ള മക്കളുടെ ഇടപെടൽ. അവരെ കാണുമ്പോഴേ ഈ മക്കളുടെ മുഖഭാവം ഒന്ന് മാറും. ഒരു കഠിനതയും ദയയില്ലായ്മയും പുച്ഛവും. സുരക്ഷ നമ്മുടെ വിളി അതിനു വേണ്ടിയിട്ടല്ല. അല്ല, അവർ നമ്മളിൽ നിന്ന് എന്താ കാണണ്ടേ? യഥാർത്ഥ സുവിശേഷം നമ്മുടെ ജീവിതത്തിലൂടെയാണ് കാണണ്ടേ. സ്നേഹം, കരുണ, ദോഷം കണക്കിടാത്ത മനോഭാവങ്ങൾ, ക്ഷമിക്കുന്ന മനോഭാവം, എല്ലാം വിശ്വസിക്കുക, എല്ലാം പ്രത്യാശിക്കുക, എല്ലാം സഹിക്കുക എന്നുള്ളതാ. എല്ലാം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ല, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ അങ്ങനെ ആയിരുന്നു. അവരുടെ വീഴ്ചകളും കുറവശങ്ങളും പോഷത്വങ്ങളും കാണുമ്പം നമ്മളെന്താ പ്രതീക്ഷിച്ചിരുന്നത്? ഇതൊക്കെ മാറും, ഇല്ലേ? ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഇവനിന്ന് കാണുന്ന ഈ പ്രകൃതമൊക്കെ മാറും. അതുപോലെ നമുക്ക് മറ്റുള്ളവരുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ഒരു മനസ്സ് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, നമ്മൾ ഈ പറയുന്ന സുവിശേഷവും വിശ്വാസവും എല്ലാം വ്യർത്ഥമാണ്. നമ്മൾ കർത്താവിൽ അതാ കാണുന്നത്, അപ്പോസ്തലന്മാരിൽ അതാ കാണുന്നത്. സ്തെഫാനോസ് തന്നെ കല്ലെറിയുന്നവരെ നോക്കിയിട്ട് അവസാന നിമിഷം
താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? പിതാവേ, ഈ പാപം ഇവർക്ക് നിർത്തരുതേ. എറിഞ്ഞു കൊല്ലുന്നവരോടുള്ള ബന്ധത്തിൽ ഇത് നമുക്കെതിരായിട്ടൊരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മൾ ഇല്ലേ, ക്ഷമിക്കുന്ന മനോഭാവം അല്ല ഉള്ളത്, പൊറുക്കുന്ന മനോഭാവം നമുക്കുള്ളത്. നാം എന്തിനു വേണ്ടി ഓടി അധ്വാനിക്കുന്നെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം. മനസ്സ് പുതുക്കാൻ ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പഴയ വഴിയിൽ നാം നമ്മുടെ ജഡത്തെ അനുസരിച്ചാണ് നടന്നത്. പുതിയ വഴിയിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. ആത്മാവ് എങ്ങനെ നമ്മളെ നടത്തുന്നത്? വചനത്താലാണ്. ഓരോ സാഹചര്യങ്ങളിലും ഒരു വചനമാണ് നമുക്ക് നൽകി തരുന്നത്. കരുണ കാണിക്കേണ്ട ഈ സാഹചര്യം വരുന്നിടത്ത് ആത്മാവ് നമ്മളോട് പറയുന്ന കരുണ കാണിക്കാണ്. നമുക്ക് പുതുക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് കരുണ കാണിക്കാനായിട്ട് കഴിയത്തില്ല. ഈ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ അനുസരണമാണ് നമുക്ക് സ്വഭാവത്തിൽ വ്യതിയാനം വരുത്തുന്ന ഒരു കാര്യം. ഈ വചനം അറിയാവുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. സാത്താൻ ഏറ്റവും കൂടുതൽ വചനം അറിയാവുന്നത്, പക്ഷെ സാത്താൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കാം. വചനം ഒത്തിരി അറിയുകയും കയ്പുള്ളവരും വെറുപ്പുള്ളവരും പകയുള്ളവരും ക്ഷമിക്കാത്തവരും കഠിനന്മാരും അല്ലെ, അന്ത്യകാലത്തിൽ ഉഗ്രന്മാർ അല്ലെ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉഗ്രൻ നമുക്കറിയാം, അയാൾ ഭയങ്കര ഉഗ്രനാന്ന് പറയും, അടുത്തോടൊന്നും ചെല്ലത്തില്ല. അപ്പം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുമോ? എൻ്റെ മോള് ഉഗ്രയ അല്ലെ ഉഗ്രത്തിയ, ഒന്നും പറയാൻ പോലും പറ്റത്തില്ലെന്ന് പറയും. അതോ എന്താ നമ്മളെക്കുറിച്ച് പറയുന്നൊരു സാക്ഷ്യം? നമുക്ക് രൂപാന്തരത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ ഒരു മാനസാന്തരത്തിൻ്റെ വഴിയിൽ നിരന്തരമായിട്ട് നടക്കണമെന്നുള്ളതാണ്. ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഒരു സമസ്യയായിട്ടല്ല നമ്മുടെ ഉള്ളിൽ കാണേണ്ടത്, ഇതനുസരിക്കേണ്ട ഈ കാര്യങ്ങളാണ്. മനഃപൂർവ്വം ഇപ്പോൾ ഈ വഴിയിൽ നമ്മൾ നടക്കുന്ന വഴിയാണ് നമ്മുടെ ആന്തരിക തലത്തിൽ രൂപാന്തരം വരുന്നത്. നമ്മൾ കർത്താവിൻ്റെ അതേ സ്വരൂപമുള്ളവരായിത്തീരുന്നത്. അപ്പം നമ്മൾ ധരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എൻ്റെ ഓർമ്മ. കൊലോസ്യർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് എന്തൊക്കെ ധരിക്കാനാണ് പറഞ്ഞത്? ദയ, താഴ്മ, സൗമ്യത, ഇതൊക്കെ ധരിക്കാനാണ് പറഞ്ഞത്. ദയ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പം നമ്മൾ കാണുന്ന ഒരാൾ നമ്മൾ എന്താ കാണണ്ടേ? ദയ. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് ദയ കാണണ്ടേ. തിരിച്ചും മാതാപിതാക്കൾ മക്കളിൽ നിന്ന് എന്താ കാണണ്ടേ? ദയ കാണണ്ടേ. മക്കളും മാതാപിതാക്കളിൽ നിന്ന് എന്താ കാണണ്ടേ? ദയ, സൗമ്യത, ഇതൊക്കെ ധരിച്ചുകൊണ്ട് ദീർഘമായി ക്ഷമിക്കുക. നമ്മൾ അങ്ങനെയാണോ സൗരസാന്മാരെ? ദീർഘമായി ക്ഷമിക്കുന്നവരാണോ? നമ്മൾ ക്ഷമയ്ക്ക് പരിധി വെച്ചിട്ടുണ്ടല്ലേ? 2-3 പ്രാവശ്യം അല്ലെ പത്രോസ് പറഞ്ഞ് 7 പ്രാവശ്യം. അത് കഴിഞ്ഞാലോ ക്ഷമിക്കത്തില്ല. കർത്താവിൻ്റെ മണവാട്ടിയുടെ ലക്ഷണം അതല്ല. ദീർഘമായി ക്ഷമിക്കുന്ന, ദോഷം കണക്കിടാത്ത, നമുക്ക് ആ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിന് മുന്നിൽ ഉറപ്പിക്കാം. ഇപ്പൊ പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ നിശ്ചയം എപ്പോഴാണ്? ഓരോ പരീക്ഷയുടെ സ്ഥാനത്തും ഈ പൂർണ്ണ നിശ്ചയം ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഈ സ്കൂളിലൊക്കെ ഗുണപട്ടികയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ സാറുമാർ പറയും, ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ പഠിച്ചിരിക്കണം അല്ലേ. പാതിരായ്ക്ക് തട്ടി ഞാറാറ് എത്രയാന്ന് ചോദിച്ചാൽ 36 എന്ന് പറഞ്ഞാൽ അതാണോ പൂർണ്ണ നിശ്ചയം എന്ന് പറഞ്ഞു? ഏത് ശക്തമായ പരീക്ഷ വരുന്നിടത്തും നമ്മൾ ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം, നമ്മളെ ശപിക്കുന്ന ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പം പൂർണ്ണ നിശ്ചയം ഉണ്ടെങ്കിലേ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്നേരം നമുക്ക് തന്നെ ഒരു സംശയം അല്ല. ഇന്ന് ഞങ്ങൾ പോകുന്ന വഴി റോസിൽ സിസ്റ്റർ എന്നോട് സംശയം ചോദിച്ചു, നിന്റെ അയൽക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരന്മാർ മാത്രമാണോ അതോ എല്ലാ മനുഷ്യരുമാണോ എന്ന്? ആരാ അയൽക്കാരൻ? ആരാ? എല്ലാ മനുഷ്യരും, സകല മനുഷ്യരും നമ്മുടെ അയൽക്കാരാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ സകല മനുഷ്യരും, സഹോദരന്മാർ മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മുടെ വിളി. നമ്മൾ പാടാറില്ല, സ്നേഹമാ നിന്നെ കണ്ടവൻ ഇനി സ്നേഹിക്കാതെ ജീവിക്കുമോ? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ കർത്താവിൻ്റെ സ്വരൂപമാണ് വരുന്നത്. എല്ലാവരോടും ക്ഷമിച്ച, എല്ലാവരെയും സ്നേഹിച്ച, എല്ലാവരോടും കരുണ കാണിച്ച, ആരുടെയും ദോഷത്തെ. അതുകൊണ്ടാണ് ക്രൂശിൽ വെച്ച് പിതാവേ
ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് സൗരസന്മാർ ഈ ഒരു ദർശനം നമ്മുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാണിക്കാനാണ് പരിശുദ്ധാത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തി നിലവിളിക്കാം, കർത്താവേ എന്നോട് കരുണ കാണിക്കണം, ഈ ഒരു ദർശനമുള്ളവനാക്കി എന്നെ തീർക്കണം. ആ ഒരു നിലവിളിയുമായിട്ട് നമുക്ക് കർത്താവിന് മുഖം അന്വേഷിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.